ഷഗുൺ കോട്ട മെറ്റീരിയലിൽ യോക്ക് പോർഷനിൽ ചിക്കൻ കാരിയുടെ കമ്പ്യൂട്ടർ എംബ്രോയിഡറി ചെയ്തേക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെറ്റാണ്. ടോപ്പ് മെറ്റീരിയൽ നല്ല ഷഗുൺ കോട്ട മെറ്റീരിയലാണ്. അതിൽ നല്ലൊരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഇട്ട് യോക്ക് പോർഷൻ ഫുള്ളായിട്ട് കമ്പ്യൂട്ടർ എംബ്രോയിഡറി ചെയ്തേക്കുന്നു. റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു നെക്ക് സ്പേസ് ഫ്രീ ആക്കിയിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോഴും സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള വർക്കിൻ്റെ ഈ യോക്കിൽ കൊടുത്തേക്കുന്ന അതേ വർക്ക് തന്നെ രണ്ട് സൈഡും ബോർഡറായിട്ടും ദുപ്പട്ടയുടെ ബോർഡർ ആണെങ്കിലും സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻഡ് പോർഷനിൽ നമ്മളുടെ ടോപ്പിൻ്റെ ദാവൻ പോർഷനിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലേസ് തന്നെ ദുപ്പട്ടയുടെ രണ്ട് ബോർഡറായിട്ടും കൊടുത്തേക്കുന്നു. ഇങ്ങനെ ഈ ഒരു ലുക്കിലാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 1050 റേഞ്ചിൽ നിൽക്കുന്ന നല്ലൊരു സെറ്റാണ്. ബോട്ടം സാൻഡൂൺ ബോട്ടം, ആ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു ബോട്ടം ഇങ്ങനെ നിൽക്കും. ഇതിൻ്റെ വർക്കിൻ്റെ ഷെയ്ഡ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. ടോപ്പിൻ്റെ മെറ്റീരിയൽ ഈ ഒരു ക്രീം ഷെയ്ഡാണ് എല്ലാത്തിലും വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. അടുത്തത് നല്ലൊരു ബേബി ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ക്രീമിൽ ലൈറ്റ് ക്രീം ഷെയ്ഡിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡും വൈറ്റും ഷെയ്ഡും കൂടെ ഒക്കെ ഇട്ട് വർക്ക് വരുന്നു യോക്ക് പോർഷനിൽ. ദുപ്പട്ടയും സെയിം തന്നെ ഇങ്ങനെ വരും. ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു ബോർഡർ സ്കാലപ്പ് ചെയ്തേക്കുന്നതും ആ ഒരു വർക്കും എല്ലാം കൂടെ എന്നാൽ സോഫ്റ്റായിട്ട് കിടക്കുന്ന ദുപ്പട്ട. പിന്നെ ഇത് നമ്മൾ ലൈനിങ് ഇടുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള, കാരണം ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ള ലൈനിങ് ഇടാമെങ്കിൽ നല്ല ഭംഗിയാണ്. ഈ ഒരു ടോപ്പും ദുപ്പട്ട എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് ബോട്ടം സാൻഡൂൺ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു രാമ ഗ്രീൻ ഷെയ്ഡ്, ഫിറോസി ഗ്രീൻ ഷെയ്ഡ് ക്രീമിൽ ഇങ്ങനെ വരും. ദുപ്പട്ടയും സെയിം തന്നെ. ദുപ്പട്ട ബോട്ടം സാൻഡൂൺ ബോട്ടം കൊടുത്തേക്കുന്നു. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. ടോപ്പിനാണെങ്കിൽ തന്നെ നല്ല ലെങ്ത്തും ദുപ്പട്ട ആണെങ്കിലും നല്ല ലെങ്ത് ഒക്കെ, വിട്ട് ഒത്തിരിയില്ല, ലെങ്ത് നല്ലതായിട്ട് ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ഷെയ്ഡ്, ഇതിന് കൊടുത്തേക്കുന്ന ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് വർക്കിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത്. ഈ ടോപ്പിൻ്റെ ഡാർക്കായിട്ട് നിൽക്കുന്ന ക്രീം ഷെയ്ഡ് ഈ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഇതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക്, ആ ഒരു ഡാർക്ക് യെല്ലോയിഷ് ക്രീം കോട്ടൺ സിൽക്ക് ബോട്ടമാണ് ഇതിന് കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സെറ്റാണ് ഈ ഷെയ്ഡ്സിൻ്റെ ഈ സെറ്റിൻ്റെ ഇത്രയും ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. ഏതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്